മോളെ, നമ്മൾ ഇത്രയും കാലം കരുതിയ പോലെ ഒന്നല്ല ഷെരീഫാന്റെ സ്വഭാവം. ഇന്നലെ മോളെ ഇന്റെ നേർക്ക് ഇങ്ങനെ തട്ടി കയറിയെന്നോട്. എന്താ ഓളെ ചെലാന്നറിയാം എനിക്ക്. ഞാൻ കരുതിയെന്താ ഒരു മുണ്ടാമ്പൂച്ചയാണെന്ന്. ഇത്രയും കാലം മുണ്ടാമ്പൂച്ചന്റെ മാരി നിന്നിട്ടേ ഇന്നലെ ഇങ്ങനെ കത്തി കയറിയെന്നോള്. പെണ്ണിന് പള്ളയുണ്ടായേക്കുമ്പോ പിരാന്തായി തോന്നുന്നു. ആരും കേൾക്കൊന്നുമില്ല. ഞാനേ ഈ ബാക്ക് ഭാഗത്താണ്. ഈ ബാക്ക് ഭാഗത്ത് ആരുമില്ല. ഷെരീഫും ഷെറിയും കൂടി അടുക്കളയിൽ നിൽക്കുകയാണ്. മോളെ എന്താച്ചിട്ട പെണ്ണിന്റെ ചെലാന്നറിയോ. ഇമ്മാന്റെ കുട്ടിയെ എങ്ങനെയെങ്കിലും ഒന്നും കണ്ട് വായോ. ഇവരെ ഇടയിൽ പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിലേ അന്നെ കൊണ്ട് തന്നെ പറ്റുള്ളൂ. ഷാഫികാക്കാനോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഷാഫികാക്കാനോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓള് പറയില്ല. ഓളമ്മ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ അമ്മാനോട് തട്ടി കയറിയത് എന്നുള്ളത്. ഷാഫികാക്കാനോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി ഓളെന്തെങ്കിലും കിറുകിറുന്നെ റൂമിലിരുന്നങ്ങോട്ട് പറഞ്ഞു കൊടുത്തിക്കണമെന്ന് അതും അറിയില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഓളെ ചില കേട്ടപ്പോൾ ഞാനും പേടിച്ചിക്കണ്. അമ്മട്ടല്ലേ ചെലച്ചിന്നത്. ഇമ്മാക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഞങ്ങോട്ട് ഒഴിവാക്കിക്കാളി, ഞാൻ പൊയ്ക്കോളാം. ഇക്ക് ആ വക പേടിയൊന്നുമില്ല. എന്തൊക്കെയെന്ന് ഇത്രയും കാലം മുണ്ടാമ്പൂച്ചൻ്റെ പോലെ നിന്നിട്ട് എന്തൊക്കെയാ ഓള് പറഞ്ഞെന്നറിയോ. ഇവിടെ ഷെറിയാണ് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് തെറ്റിക്കാറില്ല. പക്ഷെ ഷെറി വരെ ഓളെ ചില കേട്ടിട്ടേ ആകെ അന്തം വിട്ടിക്കണ്. ഷെരീഫാത്താക്ക് ഇങ്ങനത്തെ ഒരു മോന്തണ്ടോന്ന് വിചാരിച്ചിക്കണ്. അമ്മട്ടും തട്ടിക്കാറില്ല ഇന്നലെ. ഞാനേ വെക്കാണ്. ഇജേ എങ്ങനെ ആയാലും കൊണ്ടൊന്ന് വരാൻ നോക്ക്. കുറച്ച് ദിവസത്തിന് എൻ്റെ അമ്മായിമാനോട് പറഞ്ഞിട്ടേ ഇങ്ങോട്ട് വരാൻ നോക്ക്. ഇവിടെ നിന്നോ കുറച്ച് ദിവസം. എന്നാ ശരി. നമ്മ വെക്കാണ്. ഞാൻ അയലുമ്പോ തോരടാനെന്ന് പറഞ്ഞാണ്ടേ ഇങ്ങോട്ട് ഇറങ്ങിക്കാണ്. എന്നാ ശരി. ആ പെണ്ണിനോട് പറഞ്ഞയച്ചാ മതിയായിരുന്നു ഓളമ്മ. ഓ, വല്ലാത്തൊരു പെണ്ണെന്നെയാണ് റബ്ബേ. പ്രാണികളാണ് ഇവിടെ. മഴ വന്നേ മുതൽക്ക് പ്രാണിയാണല്ലോ ചെറിയ. ഈ പ്രാണി പോണൊരു സാധനം ഉണ്ടായിരുന്നു. ഇതൊരു സ്പ്രേന അങ്ങനെ എന്തായിട്ടുണ്ടായിരുന്നു. ഒരു എന്തോ ഒരു സാധനം ഉണ്ട് തോന്നുന്നു പ്രാണി പോണേ. അത് നമുക്ക് മേടിക്കണം. എപ്പോഴും അടുക്കളയിൽ പ്രാണിയാണെന്നോ. ഇത്ത, നിങ്ങൾക്ക് എന്താ വയ്യായിക എന്തെങ്കിലും ഉണ്ടാ? അറിയില്ലടി. ഇന്ന് രാവിലെ മുതൽക്ക് ചെറുതായിട്ട് തലയും ചീറ്റുണ്ട്. വയറ്റിൻ്റെ ഉള്ളത്ത് കൂടെ ഒക്കെ ഒരു വേദന. എന്താ അറിയില്ല. എന്നാ പിന്നെ എന്തിനാ അടുക്കളയൊക്കെ എണീറ്റ് വന്നത്? അവിടെ കിടന്നുകൂടായി നിങ്ങൾക്ക്? ഇങ്ങളെ ഷാഫികാക്കാനോട് പറഞ്ഞ ഇന്നലെ ഇവിടെ ഉണ്ടായ പ്രശ്നം? ഞാൻ പറഞ്ഞടി. പറഞ്ഞപ്പോൾ എന്താ ഷാഫികാക്ക പറഞ്ഞെന്നറിയാം. ഈയും തന്നെ ഉമ്മ പറഞ്ഞ മാതിരി എപ്പോഴും കെടുക്കാൻ നിൽക്കണോ എന്നുള്ളത്. ഈ ഇങ്ങനെ 24 മണിക്കൂറും വെയ്യാന്ന് പറഞ്ഞ് കിടന്നിട്ടല്ലേ ഉമ്മ അങ്ങനെയൊക്കെ പറയണത് എന്നുള്ളത്. കുറച്ചൊക്കെ ഈയും ശ്രദ്ധിക്കണ്ടേന്ന്. പിന്നെ ഇങ്ങനത്തെ മനുഷ്യന്മാരോട് ഞാൻ എന്ത് പറയാനാടി? പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു സ്വഭാവമായി പോയി ഷാഫികാക്ക. പക്ഷെ ഗൾഫ് പോയിട്ടുണ്ടെങ്കിൽ ഫോൺ വിളിക്കുമ്പോൾ ഭയങ്കര സ്നേഹാട്ടാ. നാട്ടിൽ വന്നാൽ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഭയങ്കര സ്നേഹം. പിന്നെ ഇമ്മ പറഞ്ഞ മാരിക്കണൊക്കെ. എന്താ ഇതിനൊക്കെ പറയാന്ന് എനിക്കും മനസ്സിലാവണില്ല. ഒരു പുടുത്തം കിട്ടണേടി ഒന്നുകൊണ്ടു. എന്താ ചെയ്യാന്നറിയില്ല. അന്ന് ഞങ്ങൾ ടൂറ് പോയില്ലടി. സത്യം പറഞ്ഞാൽ ജീവിതത്തിലെ ഞാൻ ഇങ്ങനെ സന്തോഷിച്ചിട്ടുണ്ടാവില്ലടി. നല്ല സന്തോഷമായിരുന്നു അന്ന് ടൂറ് പോയപ്പോൾ. കാരണം ഷാഫികാക്ക് ഒരു പ്രത്യേക സ്നേഹം. എനിക്ക് എന്താ വേണ്ട, ഒരു പ്രത്യേക കെയറിങ്ങും
പ്രത്യേക സ്നേഹമൊക്കെ പാടെ കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞ പഠിച്ചവനോട് ഞാൻ പറഞ്ഞ അൽഹംദുലില്ലാ ഷാഫിക്കാക്കാൻ്റെ സ്വഭാവം മാറിയല്ലോ. എവിടെ ടൂറ് പോയി വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ കണക്കാണ്. ആണുങ്ങളൊരു ട്രിക്കാടി. ഈ ഷാഫിയാക്ക് എന്താ ഇങ്ങനെ? നിങ്ങളെ ക്ഷീണവും കേടൊക്കെ മൂപ്പരാൾ കാണണല്ലേ, എന്നിട്ട് ഷാഫിയാക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാലാ? ഭയങ്കര സാധനം തന്നെ. ഇമ്മാനെക്കാട്ടി കഷ്ടാണല്ലോ ഷാഫിയാക്കാൻ്റെ അവസ്ഥ. ഷാഫിയാക്ക് ഇന്നെക്കാട്ടിയും വലുതേ ഇമ്മയാണടി. ഇമ്മ എന്താ പറയണത് അതിൻ്റെ അപ്പുറം നിൽക്കൂല ഷാഫിക്കാക്ക. എടി ഉമ്മാനെ സ്നേഹിക്കണം, ഉമ്മാനെ സ്നേഹിക്കണ്ടെന്ന് ഞാൻ പറയണില്ല. പക്ഷെ ഞാൻ അയാളെ ഭാര്യയല്ലേടി. അന്നെ ഷെരീഫ് സ്നേഹിക്കണം മരിക്കല്ല ഞങ്ങളുടെ ജീവിതടി. ഒരാളോട് പറയാൻ പറ്റൂല. കാരണം പുറത്ത് നല്ല സ്നേഹമാണ് ഷാഫിക്കാക്ക. റൂമിൻ്റെ ഉള്ളിൽ കയറിയാലാണ് ഷാഫിക്കാക്കാൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയുള്ളൂ. അങ്ങനെ പെണ്ണായി പോയില്ലേ, എല്ലതും സഹിക്കണം. പിന്നെ നമ്മളെ പെരയിൽ കുറച്ചും കൂടി ഇല്ലാത്തവരാകുമ്പോഴേ നമ്മൾ കൂടുതൽ സഹിക്കണം. ഇനിയിപ്പോൾ കൂടുതലും സഹിക്കേണ്ടി വരുമടി. ഒരു കുഞ്ഞും കൂടി ഉണ്ടായില്ലേ, അതാണ് ഞാൻ വിചാരിച്ച ഞാൻ പ്രഗ്നൻ്റാന്ന് പറയുമ്പോഴേ ഷാഫിക്കാക്ക് അപ്പോഴെങ്കിലും ഒരു മാറ്റം കാണും. എവിടെ മളെ, ഒക്കെ കണക്കാണ്. രാവിലെ മുതൽ തുടത്തിയതാണ് ഭയങ്കര നാവിവേദന. എനിക്കറിയില്ല. പിന്നെ ഇന്ന് ബാത്റൂമിൽ പോയപ്പോഴേ ചെറുതായിട്ടൊരു ബ്ലീഡിങ്ങും കണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഇടയ്ക്ക് ഉണ്ടാവലുണ്ട്. ഇത്ത ബ്ലീഡിങ് കാണുക. ബ്ലീഡിങ് കണ്ടിട്ട് നിങ്ങൾ കാക്കാനോടൊന്നും പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു ഷാഫി കാക്കാനോട്. അപ്പം എന്നോട് പറഞ്ഞിട്ട് ഒന്നും കൂടി നോക്കുന്നിട്ട് പോവാ ഡോക്ടറെ അടുത്ത് എന്നാണ് പറഞ്ഞത്. എടി അത്രക്കുള്ളൂടി അയാൾക്ക് ചൂട്. പിന്നെ ഇപ്പം എന്ത് ചെയ്യാനാ ഞാൻ? ആ ഒക്കെ ശരിയാവേക്കാരടി. പറഞ്ഞേക്കാല കുട്ടീൻ്റെ മുഖം കണ്ടാൽ ചിലവർ മാറുന്നുള്ളത്. അപ്പം മാറുവേക്കാര. അതിന് കുട്ടീൻ്റെ മുഖം കാണാൻ ഷാഫിക്കാക്ക ഇവിടെ ഉണ്ടാവില്ലല്ലോ, അടുത്ത ആഴ്ച പോവുകയല്ലേ. ഒക്കെ ശരിയാവുമെന്ന് വിചാരിക്കണേ. ശരി, ഞാനൊന്ന് പോയി കെടുക്കട്ടെടി, തീരെ വയ്യ. നിങ്ങൾ പോയി കുറച്ചു നേരം കെടുക്കി, ഞാൻ അടുത്തോളം ഇവിടുത്തെ പണിയൊക്കെ. ഈ ഒന്ന് നോക്കട്ടെ, ഇവിടെ അടുക്കളയിൽ പണിയൊന്നും ഇല്ല, ഒരുവിധമൊക്കെ കഴിച്ച് വെച്ചിരിക്കണേ. ഈ നോക്കട്ടാ. ആ തങ്ങൾ ചെല്ലിങ്ങൾ പോയി കുറച്ചു നേരം കെടുക്കി. ആ പാവാണ് റബ്ബേ. ഈ ബ്ലീഡിങ് കണ്ടിട്ട് ഈ കാക്ക എന്താ ഇങ്ങനെയൊക്കെ പറയണത്? ഇത് എന്ത് സാധനമായിരിക്കും? അത് ഞാൻ അതിന് കുട്ടികളെ ഇഷ്ടമില്ലായിരിക്കോ? ഉമ്മാൻ്റെ വാക്കും കേട്ടുങ്ങാണ്ട് അലസി പോവാനുള്ള പ്ലാനിങ്ങും നടത്തുന്നുണ്ടാണ് ആ തള്ളി മോനും കൂടി. പാവാണ്. അല്ല, ആ പെൺകുട്ടിക്ക് ഇത്ര ധൈര്യം എവിടുന്ന് കിട്ടിയതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഷെരീഫാത്താക്ക് എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും വേണോ? പാവാണ്, നല്ലോണം വേദന സഹിക്കേണ്ടി തോന്നുന്നു. വല്ലാത്തൊരു ഉമ്മി മോനെ തന്നെ. മുറ്റത്താണെങ്കിൽ ആകെ പുല്ല് നിറഞ്ഞിരിക്കണം. ശരിയേ ശരിയേ ഓ ശരിയേ ശരിയെന്ന് വിളി ഉയർത്തി. എന്തിനാണ് ആ വിളിക്കണത്? അമ്മ, ആ ഷെരീഫാത്ത അവിടെ? ഷെരീഫാത്താനോടെ ഈ മിറ്റത്തെ ഈ പുല്ലൊക്കെ ഒന്ന് പറിച്ചുങ്ങാണ്ടേ മിറ്റൊക്കെ ഒന്ന് 4 പുറം അടിക്കാൻ പറ. ഇപ്പൊ മഴ ഒന്നും ഇല്ലല്ല. ഇമ്മ ഷെരീഫാത്താക്ക് വയ്യാഞ്ഞൊരു ഷെരീഫാത്ത കെടുക്കാണ്. കെടുക്കേ? ഇതിപ്പോ നല്ലൊരു പതിവാണല്ലോ ഓളത്. ഒരു കെടുത്തം കിട്ടിയിരിക്കണോൾക്ക്. ആ അമ്മ, താത്താക്ക് നായുവേദനയും കാലൊക്കെ ചുറ്റുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ കെടുക്കണേ.
ചെറിയൊരു ക്ഷീണം വരുമ്പോത്തിന് ഈ വെയ്യാന്ന് അങ്ങോട്ട് കെടുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കെടുത്തം തന്നെ താവച്ചാവൂലേ ഓൾക്ക്. ഓളോട് ഞാൻ ഇന്നലെ എന്താ പറഞ്ഞത്, ഇങ്ങനെ കെടുക്കരുത് എന്നല്ലേ. ഓൾക്ക് ഛർദി ഇതൊന്നും ഇല്ലല്ലോ, പിന്നെ ഒരു പ്രത്യേക ക്ഷീണം എന്താണ്? തള്ള ഞാൻ അതിനെ കുത്തിപ്പൊന്തി കാണാൻ പോയിട്ട് അത്രയും വൃത്തിയുടെ സാധനം. എന്താ പിന്നെ നിർത്താം, എന്തിൻ്റെ ഇങ്ങനെ വയറൊക്കെ വേന അവിടെ. ഉപ്പൊക്കെ ഉണ്ട്, ഇനി വേണമെങ്കിൽ പറയും വിളമ്പി വെച്ച് കൊടുക്കുമ്പോൾ ഉപ്പില്ല മുളകില്ല പല കുറ്റങ്ങളാണ് കള്ളക്ക്. അവൾക്ക് എടുത്ത് ഞാൻ കാച്ചെടുക്കും. അല്ല ഷെരീഫ, എന്തത്താ പന്റെ കഥ? ഈ ലോകത്ത് അനക്കെന്നെ പള്ളേണ്ടായിട്ടുള്ളൂ. ഇത് ഇങ്ങനൊരു കെടുത്തം. ഈ പെരയിലെ പണി പിന്നെ ആരടുക്കല്? ആ മുറ്റാണ് ആകെ ചളി പിളിയായി കെടുക്കണത്, പുല്ലും നിറഞ്ഞ് കച്ചറി നിറഞ്ഞിട്ട്. ഈ ഊരും കാലും വേദനിക്കണ ഞാൻ തന്നെ അടിച്ചു വരണം ഇനിയിപ്പോ അത്. ഇമ്മ ഞക്ക് വയ്യാതെ കിടന്നതമ്മ, ഇക്ക് നാവി ഊരൊക്കെ ഭയങ്കര വേദന. എന്താ അറിയില്ല, ഇന്ന് രാവിലെ മുതൽ തുടത്തിയതാ. പഠിച്ചോനെ ആ വയ്യാതെ കെടുക്കണതിനോടാണല്ലോ അടിച്ചു വരാൻ പറഞ്ഞത്. ഈ തള്ളക്ക് എന്തിന്റെ കേടാ? പാവാണ്. ആ എങ്ങനെ അനക്ക് നാവി ഊരും വേദനിക്കാതിരിക്കല്? അനക്ക് നാവിയല്ല അതിന്റെ അപ്പുറം സംഭവിക്കും. ഇജ് അത്ര ചെലല്ലടി ഇജ് എന്നോട് ചെലച്ചത്. ഒന്നല്ലെങ്കിൽ അന്റെ വയസ്സിന് മൂത്തതാണ്, അന്റെ മാപ്പിളുടെ ഉമ്മ എന്നുള്ള ബോധം വേണോ ട്ടാ. ആ ബോധം യാതല്ല ഇജ് ഇന്നലെ എന്നോട് ചെലച്ചത്. പിന്നെ എനിക്ക് നാവിയ വേദനിക്കുള്ളൂ, ഊര വേദനിക്കുള്ളൂ. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, അന്റെ ഈ അടവുണ്ടല്ല അതൊന്നും മളെ ഇന്റെ അടുത്ത് നടക്കൂലട്ടാ. ഇമ്മ ആ പൂതി ഒക്കെ ഇജ്ജ് മനസ്സിൽ വെച്ചാളാ. ഞാനും 3 പറ്റിക്കണ്. എനിക്കും ക്ഷീണവും കേടും ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഛർദിയൊക്കെ ഉണ്ടാവുമ്പോ ക്ഷീണവും കേടും ഉണ്ടാവും. ഇത് ഈ ഛർദി ഇല്ല, തിന്നാളതൊക്കെ തിന്നുണ്ട്. ഇജ്ജ് എല്ലേതും മാരി വലിച്ച് തിന്നുണ്ടല്ല. ഈ എനിക്ക് എന്ത് ക്ഷീണാന്ന് ഇജ്ജ് പറഞ്ഞത്? ഓളിപ്പോ നാവി വേദനിക്കാണാല. നാവി വേദനിക്കുന്നുണ്ടെങ്കിലേ നല്ല വെള്ളം അങ്ങോട്ട് കുടിച്ചൂട്, അല്ലെ ഉലുവ വറുത്ത് വെള്ളം അങ്ങോട്ട് കുടിച്ചൂട്. അപ്പൊ ആ വേദന അങ്ങോട്ട് മാറും. എന്നിട്ട് ആ മിറ്റണ്ട് അടിച്ചു വരാൻ നോക്ക്. എന്തൊക്കെയാ ഇമ്മ പറഞ്ഞത്? ഉലുവ വറുത്ത് വെള്ളം കുടിക്കാനാ? ആരെങ്കിലും വെള്ളം ഉണ്ടാവുമ്പോ ഉലുവ വറുത്ത് വെള്ളം കുടിക്കോ? ഞാൻ പറഞ്ഞേരാ ഷെരീഫ, ഇജ് ഈ അടവും കാട്ടിങ്ങാണ്ട് ഇജ് ഷാഫിന്റെ മുന്നിൽ അഭിനയിച്ചുങ്ങാണ്ട് അന്റെ പെരയൊക്കെ പോവാനുള്ള ട്രിക്കാന്നുണ്ടെങ്കിലുണ്ടല്ലോ, അത് ഈ പെരയിൽ നടക്കൂലട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഇമ്മ ഞാൻ നാളെ അടിച്ചോണ്ട് ഉമ്മ എനിക്ക് വയ്ക്കണില്ല. സത്യമായിട്ടോ നല്ല നാവി ഒരു വേദനിക്കുന്നുണ്ട്. വയ്യാഞ്ഞിട്ടോ അമ്മ. ഇമ്മ ഷെരീഫ അതൊക്കെ വയ്യാഞ്ഞിട്ട് കെടുക്കുകയാണ്, ഞാൻ അടിച്ചു വാരിക്കൊണ്ട്. പൊന്നേരം ശരിയാ, ഇജ് മുണ്ടാതെ അവിടെ ഇരുന്നോ, അനക്ക് അതാണ് നല്ലത്. ഓളിങ്ങനെ താത്താന്റെ വക്കാലത്ത് പിടിക്കാൻ വന്നിക്കണേ. അനക്ക് ആ ഒരു തോന്നലുണ്ടാവും ഷെറിയൊക്കെ എന്റെ വക്കാലത്ത് പിടിക്കുന്നുണ്ട് എന്നുള്ളത്. ആ തോന്നലൊന്നും ഇവിടെ വേണ്ട. മര്യാദ നീച്ചിങ്ങാണ്ട് മിറ്റടിക്കാൻ നോക്ക്. ഞാൻ പെരേക്ക് പോവാനുള്ള അടവൊന്നല്ല, സത്യം പറഞ്ഞ തീരെ വയ്യ. ഞാൻ അടിച്ചോളാന്നല്ല, പോയി മിറ്റടിക്കാൻ നോക്ക്. ഇനി നാവിയോ ഊര എന്തെങ്കിലും വേദനക്കുണ്ടെങ്കിൽ ഉലുവ വറുത്ത് വെള്ളം കുടിച്ചൂട്. അപ്പൊ നാവിവേദന ഊരവേദനയോട് മാറും. ഇല്ലാന്നോ 3 മാസം ആയപ്പോത്തിന് ഓൾക്ക് ഇല്ലാത്തതില്ല. അപ്പൊ എന്താണ് 4, 5, 6 മാസം ആകുമ്പോത്തിന് ഓൾ എന്തേക്കാരാ കുമ്പിട്ടൊരു ചൂലെടുക്കുക. ഓള് പെരേക്ക് പോവാനുള്ള ഓരോ ട്രിക്കും കാട്ടി നിൽക്കുകയാണ്. വരണട്ടാ.
പഠിച്ചോനെ എന്തൊരു വിധിയാണ് റബ്ബ്. തീരെ വയ്യാഞ്ഞിട്ടല്ലേ ഞാൻ ഉമ്മാനോട് പറഞ്ഞു. നെയ്യല്ല റബ്ബ്. ശരിയാ ശരി ശരിയാ ഷെരീഫാത്താണല്ലോ വിളിക്കണത്. എന്താ പറ്റി? കരയുണ്ടല്ല. ശരി എടി ഒന്ന് വാടി. ശരി ഇതെന്ത് പറ്റി ഷെരീഫാത്ത? എന്തേന്ന് പറ്റിയത്? ഇമ്മ ഇമ്മ ഈ തള്ള ഇവിടെ പോയി കിടക്ക. നിങ്ങൾ നീക്കി ഷെരീഫാത്ത. ഇമ്മ ഇവിടെ ഒന്ന് വരി. ഷെരീഫാത്ത അവളെ മിറ്റത്ത് വീണിക്കണേ. ഉമ്മ നിങ്ങൾ നീക്കും താത്ത നീക്കി. ഇമ്മ ഇമ്മ ഈ ഇമ്മ ദൗഡ് പോയി കൊടുക്കണേ. നീക്കി